വളരെ സങ്കടകരമായ ഒരു വാർത്ത വന്നത് പാലക്കാട് നിന്നുമാണ്. അവിടെ ഒരു കുഞ്ഞിന്റെ ഒരു അബദ്ധം ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി. പാലക്കാട് അട്ടപ്പാടിയിൽ വിഷം ഉള്ളിൽ ചെന്ന് 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതി അബദ്ധത്തിൽ ഉപയോഗിച്ചതോടെയാണ് വിഷം ഉള്ളിൽ ചെന്നത്. ജല്ലിപ്പാറ സ്വദേശി ലിത്തിൻ ജോമറിയ ദമ്പതികളുടെ മകൾ നേഹ റോസാണ് മരിച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ഹാത്തിഫ് മുഹമ്മദ് ചേരുകയാണ്. ഹാത്തിഫ്, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൈവശം വയ്ക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ വീടിന്റെ പൊതുസ്ഥലങ്ങളിൽ വിഷം അവിടെ വെച്ചത്? എന്താണ് സംഭവിച്ചത്? വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനൂപ്, ഫെബ്രുവരി 21-നാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 3.5 വയസ്സുകാരിയായ കുട്ടി വീട്ടിലെ പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികളെല്ലാം മുറ്റത്തേക്കിട്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നിന്നാണ് പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ടൂത്ത് പേസ്റ്റ് ആണെന്ന ധാരണയിൽ കുട്ടി പല്ല് തേക്കുകയായിരുന്നു. ഈ പല്ല് തേച്ചതോടുകൂടി തന്നെ കുട്ടിക്കൊരു ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. പിന്നാലെ തന്നെ അടുത്തുള്ള അട്ടപ്പാടിയിലെ കോട്ടത്ര ട്രൈബൽ ആശുപത്രിയിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. 4 ദിവസത്തെ ഇവിടെയുള്ള ചികിത്സ. ഈ ചികിത്സയ്ക്ക് പിന്നാലെ തന്നെ ഇവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി പറയുകയും ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്തം, ഭാരിച്ച ചെലവ് ഉണ്ടാകുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതോടുകൂടി തന്നെ കുട്ടിയെ അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ആ ചികിത്സ തുടരുന്നതിനിടെയാണ് വീണ്ടും കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കടന്നത്. അവിടെ നിന്നും തിരുവനന്തപുരം ശ്രീചിത്ര കുട്ടികളുടെ ആശുപത്രിയായ SITയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ 4 ദിവസത്തെ ചികിത്സ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടിയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. മരണകാരണം കുട്ടിയുടെ കരളിലേക്ക് ഈ വിഷം ബാധിച്ചു എന്ന് തന്നെയാണ്. ഏകദേശം 6 ആശുപത്രികളിലാണ് കുട്ടിയെ ചികിത്സിച്ചത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. കുട്ടിയുടെ മൃതദേഹം മറ്റു നടപടികൾക്ക് ശേഷം നാളെ പുലർച്ചയോടുകൂടി തന്നെ അട്ടപ്പാടിയിലേക്ക് എത്തും. വീട്ടിലെത്തിയ ശേഷം അടുത്തുള്ള പള്ളിയിൽ സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളും അറിയിച്ചിരിക്കുന്നത്. അനൂപ്, വളരെ സങ്കടകരമായ വാർത്തയാണ്. 6 ആശുപത്രികളിലാണ് ആ കുഞ്ഞിനെ എത്തിച്ചത്. പക്ഷേ ഈ ആശുപത്രികൾ ഒന്നും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയേറെ പരിശ്രമം നടന്നു. പക്ഷേ ഒരശ്രദ്ധ ഈ പരിശ്രമങ്ങളെയൊക്കെ തോൽപ്പിച്ചു. ആ കുഞ്ഞിനെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു.